ഒരു പള്ളിയുടെ അകത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തികളെ ആൻ ചാട്ടവാറ ഉപയോഗിച്ച് അടിച്ച ആൻ എന്ത് വിളിക്കും? അതിന് കേസ് വരും. പള്ളിയിലെ അച്ഛന്മാര് ചാട്ടവാറോട് അടിച്ചാലും അവരെങ്ങനെയല്ലോ മുദ്രപ്പെടുത്തുള്ളൂ. അപ്പോ ജീസസ് ക്രൈസ്റ്റ് ആരാ? ഒരു കച്ചവടം അത് അവരോട് മര്യാദക്ക് പറയാനോ പോയിട്ട് എന്റെ പിതാവിന്റെ ആലയമാണ് മൂന്ന് സാധനങ്ങളോട് പുറത്തിറങ്ങി കച്ചവടം ചെയ്യണമെന്ന് പറയാനേ. നമ്മൾ ഇന്നത്തെ ഒരു സാമൂഹികമായത് വെച്ചിട്ട് അങ്ങനെയല്ല ചെയ്യണ്ടേ. അപ്പൊ ജീസസ് ക്രൈസ്റ്റ് തെറ്റാണ്? പുള്ളി വൃത്തിയിട്ട ഒരാളാണോ? അത് നമ്മുടെ മതങ്ങൾ നമ്മളെ പറഞ്ഞ് പറ്റിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൈവങ്ങളുടെ ഉദാഹരണം പറഞ്ഞത്. മരണം മുഖത്ത് അങ്ങോട്ട് ഇങ്ങനെ കണ്ട് വ്യക്തിയാണ്. ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇങ്ങോട്ട് പോകും. നമ്മുടെ മാനസികമായി ബുദ്ധിമുട്ട് നമ്മൾ ആരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പൈസ സ്പിരിച്വൽ പ്രശ്നം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് 80% മാനസിക പ്രശ്നങ്ങളാണ്. ഭർത്താവ് തിരിച്ചു വരണം, ഭർത്താവിന്റെ സ്വത്തും പൈസയ്ക്കും വേണ്ടിയിട്ടാണെങ്കിൽ നടപടിയാകുന്നത്. നമ്മൾ അങ്ങനത്തെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളല്ല. ഇതൊന്നല്ലാട്ടോ എന്റെ സ്പിരിച്വാലിറ്റി. ഞാൻ ഭയങ്കര ടെറർ, മാന്ത്രികം, ബ്ലാക്ക് മാജിക് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളുടെയും എക്സ്ട്രീം ലെവൽ അറിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്കത് ഒരുപാട് ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. എന്റെ ഒരു ബ്ലാക്ക് മാജിക്കോ എനർജിയോ ഭരിക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ ശരീരത്തിനെയും എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെയും സംരക്ഷിക്കേണ്ടത് എന്റെ കടമ. അത് ഞാൻ എത്ര എക്സ്ട്രീം ലെവലിൽ പോയി ഞാൻ സംരക്ഷിക്കും. സ്പിരിച്വലായിട്ടുള്ള ആളുകൾ മൊണ്ണാണെന്ന് വിചാരിക്കുന്നത്. കൂടോത്രം മറ്റ് ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്ത് വരുന്ന ബാബാജിയുടെ അടുത്ത് വരുന്ന ഹെൽപ്പ് ചോദിക്കുന്ന ആൾക്കാരെ ബാബാജി എങ്ങനെ ഹെൽപ്പ് ആവും? യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ സഹായിക്കുള്ളൂ. അവർക്ക് കർമ്മം കറക്റ്റ് ആയിരിക്കണം. അതായത് ഒരു ഭാര്യ വന്നിട്ട് പറയാണ്, ബാബാജി എനിക്ക് എൻ്റെ ഭർത്താവ് എൻ്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയി, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഞാൻ മരണത്തിൻ്റെ വക്കീലാണ്, എനിക്ക് എൻ്റെ ഭർത്താവ് തിരിച്ചു വരണം. ശരിയാണ്, ന്യായമുണ്ട്. ഭാര്യനെ ഓർത്തിട്ടല്ല, ആ 2 കുഞ്ഞുങ്ങളെ ഓർത്തിട്ട്. എന്താണോ കർമ്മം, ആ കർമ്മം പൊട്ടിച്ചിട്ട് ആളെ അവിടെ വരുത്തിക്കാൻ പറ്റും. എനർജി ബേസിൽ കർമ്മം ചെയ്ത് ഓക്കെ, ആളവിടെ വരും. ഇനി വേറെ ഏത് ബന്ധത്തിലാണെങ്കിലും ഇനി വേറെ എന്ത് ചെയ്താണെങ്കിലും ആളവിടെ തനിയെ വരും. ഇനി തിരിച്ച് ഭർത്താവ് തിരിച്ചു വരണം, ഭർത്താവിന്റെ സ്വത്തും പൈസയ്ക്കും വേണ്ടിയിട്ടാണെങ്കിൽ നടപടിയാവില്ല. നമ്മൾ അങ്ങനത്തെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് ശരിയാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇനി അമ്മമാര് കർമ്മം ചെയ്തിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മക്കളുണ്ട്. അതായത് ഭാര്യയും ഭർത്താവ് ഒരു വിഷയമില്ല, പക്ഷെ ഇവരുടെ ഇടയിൽ വഴക്കാം. സന്തോഷമായിട്ട് ജീവിക്കാൻ പോലെ ഒരു കാര്യം പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയാണ്. അമ്മമാര് അമ്മായിമ്മമാരെ കർമ്മം ചെയ്ത് കളയും, കൂടോത്രം ചെയ്ത് കളയും. കൂടോത്രമാണെന്ന് ഞാൻ ഇവർ പറയും, ഞാൻ കൂടോത്രം ചെയ്തിട്ടില്ല, ഞാനൊരാൾക്കൊരു പൈസ കൊടുത്തു, അയാൾ എന്താ ചെയ്തു, ഇത്ര അവർക്ക് അറിയുള്ളൂ. ഒരിക്കലും കൂടോത്രമാണെന്ന് പറയില്ല ആരും. ഇവർ പൈസ പക്ഷെ ചെയ്യുന്നത് എന്താ കൂടോത്രമോ? ഇതൊന്ന് എനർജി ബേസിൽ മാനസികാവസ്ഥനെ ഫ്രീസ് കളയും. അതായത് നമ്മുടെ മൈൻഡിനെ ഫ്രീസ് കളയും എനർജി ബേസിൽ. ഇതാണ് സ്തംഭിപ്പിച്ച കളയാന്ന് പറയുന്നത്. നമ്മൾ സ്തംഭിപ്പിച്ച കളഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പാനിക്കായി പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ബ്രെയിൻ ആക്ടിവേറ്റ് ആവില്ല, ബ്രെയിനിൽ സിഗ്നൽസ് പാസ് ചെയ്യില്ല. കാരണം എന്താ, കൂടിയുള്ള എനർജി ബേസ് കൊടുക്കാൻ തുടങ്ങും. ശരീരത്തിലോട്ട് ഈ പറയുന്ന പോയിസണസ് ആയിട്ടുള്ള വസ്തുക്കൾ ആഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും, ശരീരം മൊത്തത്തിൽ ഡിസോർഡർ ആയിട്ട് മാറും, തിരിച്ച് വരുത്തിക്കും നമ്മൾ. ഇങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്. യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പാടില്ല. നാളെ ഒരിക്കലും നമ്മളെ കയറി ബാധിക്കാൻ തുടങ്ങും ഇത്. ഇപ്പൊ സോൾ ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ, ഒരു പിശാച് ബാധിതനാണെന്ന് ഒരാൾ വിചാരിക്കും, നെഗറ്റീവ് സോൾ ശരീരത്തിൽ ബാധിച്ച ഒരാളാണെന്ന് വിചാരിച്ചോ, എല്ലാവരും സഹായിക്കാൻ പാടില്ല. ആ പിശാച് ബാധിതനായ ആൾ, അല്ലെങ്കിൽ ആ നെഗറ്റീവ് സോൾ ബാധിച്ച അല്ലെങ്കിൽ ബാധ ബാധിച്ച ഒരാളെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിയുടെ കർമ്മഫലം ഉണ്ട് അതിനകത്ത്. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കേസ് എടുത്തു. ഇപ്പോൾ ഒരു ഓജോ ബോർഡ് കളിച്ചു, എല്ലാ ഓജോ ബോർഡിനും പ്രശ്നമില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും നെഗറ്റീവായ മന്ത്രങ്ങൾ ജപിച്ചു, ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രോസസ്സ് ചെയ്തൊരു വ്യക്തിയാണെന്ന് കരുതുക. ആ വ്യക്തി വിളിച്ചു വരുത്തിയതാണ്. ആ വ്യക്തി വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ നമ്മളാരും സഹായിക്കാനില്ല. ആ വ്യക്തിനെ കൃത്യമായ സ്പിരിച്വൽ പ്രോസസ്സിലൂടെ കടത്തിവിട്ട് മന്ത്രങ്ങൾ കൊടുക്കുകയോ സ്പിരിച്വലോട് കാര്യങ്ങൾ ചെയ്ത് സെൽഫായിട്ട് ആ വ്യക്തിനെ അതിൽ നിന്ന് പുറത്ത് കിടത്തണം. ഇനി ചില വ്യക്തികളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില വ്യക്തികളുണ്ട് അറിയാതെ ശരീരത്തിൽ ബാധ ബാധിച്ച ആളുകൾ. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. അവർ ജീവിതത്തിൽ ഒരാളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു മോശപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടില്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ് സംഭവിച്ചു. അവരെ ഞാൻ സഹായിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര സമാധാനത്തോടു കൂടി നടക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നടക്കുന്ന ആൾക്കാര്, ഇപ്പൊ ചേട്ടൻ പോലെ കാവ്യ മുണ്ടൊക്കെ എടുത്ത് നടക്കുന്ന ആൾ, അങ്ങനെയാണോ സ്പിരിച്വാലിറ്റി? ചേട്ടന്റെ സ്പിരിച്വാലിറ്റി എന്താണ്? ഇതൊന്നല്ലാട്ടോ എൻ്റെ സ്പിരിച്വാലിറ്റി. ഞാൻ ഭയങ്കര ടെററാണ്. എൻ്റെ സമാധാനത്തെ ആരെങ്കിലും തൊട്ട് കളിച്ച് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഒരാളെ ദ്രോഹിക്കാനോ ഒരാൾക്ക് വേണ്ടി ഒന്നും പോകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞു വന്നത് ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോയതാണ്. എനർജി ബേസിൽ, മാന്ത്രികം, ബ്ലാക്ക് മാജിക് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളുടെയും എക്സ്ട്രീം ലെവൽ അറിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ ഇന്ന് നിൽക്കുന്ന പ്രൊഫഷനിൽ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്.
എനിക്ക് ഒരുപാട് കൂടോത്രം ചെയ്യുന്നുണ്ട്, എനിക്കെതിരെ ഒരുപാട് ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്, എല്ലാം എനിക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നെ ബാധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് എന്താണെന്ന്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഒരു കാരണത്തെ അടിച്ചിട്ട് മറ്റു കാരണം കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കൂല. എൻ്റെ ഒരു കാരണത്തെ അടിക്കുന്നവൻ്റെ 2 കാരണം ഞാൻ തല്ലിപ്പിടിക്കും. അതിനപ്പുറത്തേക്ക് ഒരു മാറ്റമില്ല. എൻ്റെ ശത്രുവാണ്. ആനെ നമ്മുടെ പ്രശ്നം എന്താ പറയുമോ, നമ്മളെ വേദനിപ്പിക്കാൻ നിന്ന് കൊടുത്താൽ നമ്മുടെ തെറ്റ് ജീവിതത്തിൽ മുഴുവനും. ആ വേദനിപ്പിക്കാൻ വേണ്ടി വേദനിപ്പിക്കുന്ന ആൾക്കാർ സ്നേഹം വിതറിയിട്ട് നമ്മളെ വേദനിപ്പിക്കും, ആത്മാർത്ഥ വിതറിയിട്ട് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് തന്നു എന്ന് പറഞ്ഞ് വേദനിപ്പിക്കും, നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കും. ഒരു മനുഷ്യർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ വേദനിപ്പിക്കാനുള്ള അധികാരമില്ല. പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പറഞ്ഞിട്ട് പൊക്കോളണം. എനർജി ബേസിലാണെങ്കിലും അത് മറ്റേത് മേഖലയാണെങ്കിലും ഞാൻ അങ്ങനത്തെ സ്പിരിച്വൽ വ്യക്തിയല്ല. എൻ്റെ സമാധാനത്തെ, വേറെ ഒന്നിനുമല്ല, എൻ്റെ ശരീരത്തിൽ പോലും എനിക്ക് ബോധമില്ല, എൻ്റെ സമാധാനത്തെ ടച്ച് ചെയ്താൽ അത് എത്ര വലിയവനാണെങ്കിലും എൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്ന് ഞാൻ പ്രതികരിക്കും. ഞാൻ ആദ്യമായിട്ടൊരു മീഡിയയിൽ ഇങ്ങനെ ഒന്ന് പറയുന്നത്, എക്സ്ട്രീം ലെവലിൽ ഞാൻ പ്രതികരിക്കും. ഞാൻ ഒരുത്തൻ്റെ കയ്യിൽ നിന്നും തല്ലുകൊള്ളാനോ ഒരുത്തൻ്റെ ഒരു ബ്ലാക്ക് മാജിക്കോ എനർജി ബേസിലോ മരിക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ശരീരത്തിനെയും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെയും സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അത് ഞാൻ എത്ര എക്സ്ട്രീം ലെവലിൽ പോയി ഞാൻ സംരക്ഷിക്കും. ബൈബിളിൽ പറഞ്ഞ പോലെ ഒരു കാരണം കാണിച്ചത് മറ്റു കാരണം കാണിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ അത്രത്തോളം സ്പിരിച്വൽ വ്യക്തിയല്ല. എന്നെ തെറി പറഞ്ഞാൽ 10 ഇരട്ടിൽ അതേ തെറി ഞാൻ തിരിച്ചു പറയും. എന്നെ തന്തയ്ക്ക് വിളിച്ച് അതേ തന്തയ്ക്ക് ഞാൻ തിരിച്ചു വിളിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, അത് അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. എനിക്ക് അവരുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല. പക്ഷേ സ്പിരിച്വലായിട്ടുള്ള ആളുകൾ മൊണ്ണങ്ങളാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള വയലൻസിനെയും നമ്മുടെ ഉള്ളിലുള്ള വൃത്തികേടുകളെയും ഞാൻ കൺട്രോൾ ചെയ്ത് വെക്കുന്നതാണ് എൻ്റെ ക്വാളിറ്റി. ഇതെല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈ വൃത്തികേടുകളും ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം ഉണ്ട്. അതിനെ ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ ഉള്ളിലാണ് ക്വാളിറ്റി. അതാണ് ക്വാളിറ്റി. അതില്ലാത്ത മനുഷ്യരൊന്നും ഇല്ല ഈ ലോകത്ത്. എല്ലാ മനുഷ്യർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. ഞാനും അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കണ്ട വ്യക്തിയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഈ പ്രായത്തിലും ഇത് കണ്ടു കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്. ഒരാളുടെ ചിലവില്ല, ഒന്നുമില്ല. മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിലോട്ട് പോലും ഇത് കൺവേർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും എന്നെ കാണുമ്പോൾ ഞാൻ ഓരോ സ്പിരിച്വൽ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ ആളുകൾക്ക് മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ശിവന്റെ സമാധാനത്തെ തെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഭസ്മമാക്കി കളയും. അറിയാലോ. ഇനി വിഷ്ണു, ഇനി ദേവി സങ്കല്പങ്ങൾ, കാളി, ഭഗവാൻ കൃഷ്ണൻ, ഇനി ജീസസ് ക്രൈസ്റ്റ് ഇല്ല. ഉണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പള്ളിയുടെ അകത്ത് കുറച്ച് കച്ചവടക്കാരിരുന്ന് കച്ചവടം ചെയ്യാം. ആനെന്ത് ചെയ്യും? പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ആനെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ആനെന്ത് ചെയ്യും? ഞാൻ കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഞാനല്ലല്ലോ. തല്ലോ? ഞാൻ തല്ലില്ല. ചാട്ടവാറിന് അടിക്കോ? ചാട്ടവാറിന് അടിക്കോ? ആനടിക്കോ? ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ആനെന്താവും? ഒരു പള്ളിയുടെ അകത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തികളെ ആൻ ചാട്ടവാർ ഉപയോഗിച്ച് അടിച്ച ആന ഇന്ന് എന്ത് വിളിക്കും? ആന്റെ പേരിൽ കേസ് വരും. മാനുഷിക പരിഗണന ഇല്ലാത്ത ഒരു വൃത്തികെട്ട പെൺകുട്ടിയായിട്ട് ആൻ മാറോ? പള്ളിയിലെ അച്ഛന്മാര് ചാട്ടവാറെടുത്ത് അടിച്ചാലും അവരങ്ങനെയല്ലേ ഉപദ്രവത്തുള്ളൂ. അപ്പോ ജീസസ് ക്രൈസ്റ്റ് ആരാ? അങ്ങനെ ചോദിച്ചാൽ ഒരു ചെറിയ കാര്യത്തിനാണോ അങ്ങനെ ചെയ്യുന്നത്? ഒരു കച്ചവടം ചെറിയ കാര്യമല്ലല്ലോ. പിതാവിന്റെ ആലയത്തിലിരുന്ന് കച്ചവടം ചെയ്തു. അത് അവരോട് മര്യാദക്ക് പറയാലോ. പോയിട്ട് എൻ്റെ പിതാവിന്റെ ആലയമാണ്, നിങ്ങൾ സാധനങ്ങൾ എടുത്ത് പുറത്തിറക്കി കച്ചവടം ചെയ്യണമെന്ന് പറയല്ലേ. നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹികമായത് വെച്ചിട്ട് അങ്ങനെയല്ലേ ചെയ്യണ്ടേ അല്ലേ? അപ്പൊ ജീസസ് ക്രൈസ്റ്റ് തെറ്റാണോ? പുള്ളി വൃത്തിയിട്ട ഒരാളാണോ? എനിക്കറിയില്ല. ഈ വീഡിയോ ഇറങ്ങുമ്പോ എന്റെ പള്ളി പ്രതികരിക്കേണ്ടോടത്ത് പ്രതികരിക്കണം. വേറെ ആരും വരില്ല ആനു വേണ്ടി പ്രതികരിക്കാൻ. ആനിനു വേണ്ടി ഫൈറ്റ് ചെയ്യാനോ ആനിനു വേണ്ടി യുദ്ധം ചെയ്യാനോ ഒരു പട്ടിയും വരില്ല. അത് ആൺ തന്നെ ചെയ്യണം. അതിനാണ് ദൈവം 2 കാലും തലയും ഒരു കൈയും തന്നിരിക്കുന്നത്, ആരോഗ്യം തന്നിരിക്കുന്നത്. അതിന് പ്രതികരിച്ചോളണം. മറ്റുള്ളവർ വരും എന്നുള്ള ചിന്തയിൽ ഇരിക്കേണ്ട. ഒരാളും വരില്ല. ചത്ത് പുഴുത്ത് മണ്ണിനോട് അലിഞ്ഞു ചേരും നമ്മളെല്ലാവരും. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ നിന്ന് എല്ലാം നേരിടേണ്ട ഒന്നൊന്നുമല്ല. അത് നമ്മുടെ മതങ്ങൾ നമ്മളെ പറഞ്ഞ് പറ്റിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൈവങ്ങളുടെ ഉദാഹരണം പറഞ്ഞത്. ഉപദ്രവിച്ച അതേ ലെവലിൽ തിരിച്ച് ഉപദ്രവിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. ഇനി അറിവില്ലായ്മ കൊണ്ട് ഉപദ്രവിച്ചാൽ ഓക്കെ, നമ്മൾ വിട്ടുകളയും, അതും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ സഹിക്കാം. പക്ഷെ നമ്മുടെ സമാധാനത്തെ തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഞാൻ ആദ്യമായിട്ടത് ഇങ്ങനെ പറയുന്നതും പ്രതികരിക്കുന്നതും
സ്പിരിച്വൽ ആണെന്ന് കരുതി കഴിവില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിരുന്നു? അല്ല, ഇൻസിഡന്റുകളൊക്കെ ഒരുപാടുണ്ട്. കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് സ്പിരിച്വാലിറ്റി നിൽക്കുന്നത്. മറ്റുള്ള മനുഷ്യരെ പോലെ അടിച്ച് പൊളിച്ച് ജീവിക്കാനും എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കാനും പബ്ബിൽ പോയി ജീവിക്കാനും എല്ലാം ചെയ്യാനും അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അത് താല്പര്യമില്ലാത്തത് അതല്ല അൾട്ടിമേറ്റ്, ഇതാണ് അൾട്ടിമേറ്റ് എന്ന് ബോധം മനസ്സിലാക്കിക്കൊണ്ട്, അനുഭവം വന്നുകൊണ്ട്, ആ സമാധാനം മനസ്സിലാക്കിക്കൊണ്ട്, ആ എൻ്റെ സമാധാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത് എൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ്. അതുകൊണ്ട് ആർക്കും വന്ന് കയറി അങ്ങ് കൊട്ടാം, ആർക്കും വന്ന് കയറി എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് തെറ്റുകാരനെ. എല്ലാം പഠിച്ച് എല്ലാം മനസ്സിലാക്കി ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്നതുകൊണ്ടാണ് ഈ കാര്യത്തിലോട്ട് വന്നിറങ്ങിയത്. നാളെ എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാം. ഞാൻ നിൽക്കുന്നത് കേരളത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നാളെ ഒരിക്കൽ ഞാൻ ഇന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നാളെ ഒരിക്കൽ എൻ്റെ പേരിൽ ആരോപണങ്ങൾ വരാം, ഞാൻ പറ്റിച്ചു എന്ന് വരാം, എൻ്റെ കയ്യിൽ പെണ്ണ് കേസ് വരാം, എൻ്റെ പേരിൽ എങ്ങനെ വേണമെങ്കിലും എന്നെ ഏതെല്ലാം രീതിയിൽ തകർക്കാൻ പറ്റുന്നോ ആ തകർക്കാൻ പറ്റുന്ന ഏതൊരു പോയിന്റിലോട്ട് എനിക്ക് വരാം. ഇവിടെയുള്ള പല മനുഷ്യർക്ക് അത് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന മനുഷ്യർ എനിക്ക് അറിയുകയും ചെയ്യാം, പെടുത്തിക്കളയും. ഇന്ന് നിൽക്കുന്ന സിസ്റ്റത്തിനെതിരെ ഞാൻ പറഞ്ഞാൽ, ഇന്ന് നിൽക്കുന്ന കോടികളുടെ ബിസിനസ്സാണ് ഓരോ മതങ്ങളും നടത്തുന്നത്, അത് മനസ്സിലാക്കിക്കോളാം. അറിയാലോ, കോടികളുടെ ബിസിനസ്. അതിനെതിരെ ഞാൻ പറയുകയോ ശബ്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്കെതിരെ വരും, ഏത് രീതിയിലൂടെ എന്നെ തകർക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും തകരാനില്ല, എനിക്കൊന്നും പോവാനുമില്ല, എനിക്കൊന്നും നേടാനുമില്ല, എനിക്കൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ആ ഭയവും എനിക്കില്ല. പക്ഷേ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചോളാം. അതിൻ്റെ അപ്പുറത്തോട്ട് സമാധാനത്തിലൊന്നും തൊട്ട് കളിക്കരുത്. അപ്പോൾ എനിക്ക് എൻ്റെ ഭഗവാന്മാരാരാണോ അവരെന്താണോ അവരുടെ ജീവിതത്തിലെടുത്ത തീരുമാനം, ആ തീരുമാനം ഞാൻ എടുക്കേണ്ടി വരും. മാന്ത്രികമാണെങ്കിലും അത് ബ്ലാക്ക് മാജിക് ആണെങ്കിലും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്നിട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അത് കഴിഞ്ഞു വന്നിരുന്നിട്ടാണ് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. നമ്മളൊരു അസൂയ തോന്നുക, നമ്മൾ ജെലസ് തോന്നുക ഒന്നുമില്ല. ഞാൻ പള്ളികളെ പറ്റിയിട്ടോ അമ്പലങ്ങളെ പറ്റിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. അത് അവരുടെ ബിസിനസ് അവർ നടത്തിക്കോട്ടെ. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ കൂടെ നിൽക്കും, ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ കൂടെ നിൽക്കും. ഇനി അത് എന്ത് പറഞ്ഞാലും, ഇനി ഇത് എങ്ങനെയാണെങ്കിലും, ഇനി നാളെ ഒരിക്കലും ഇതിൻ്റെ പേരിൽ ഞാൻ കുറ്റക്കാരനായി മാറിയാലും എനിക്കറിയാം ഈ കേരളത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തായിരിക്കുന്നു. ഒരുപാട് മനുഷ്യർ സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ കേരളത്തിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യില്ല. കാരണം ഇത് ഭയങ്കര ഡേഞ്ചർ പ്ലേസാണ്, ഭയങ്കര ഡേഞ്ചർ പ്ലേസാണ് കേരളത്തിന് പുറത്താണെങ്കിൽ ഇന്ന് ഞാൻ നിൽക്കുന്ന പോയിന്റ് എനിക്ക് വലിയ പൊസിഷനിലോട്ട് എനിക്ക് പോകാം, ആത്മീയമായിട്ട് എനിക്ക് മറ്റൊരു രീതിയിലോട്ട് എനിക്ക് പോകാം. കേരളത്തിൽ പറ്റില്ല. കേരളത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നവരെ എന്നെ വെട്ടി നിരത്തും. ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടാണോ, ആരെങ്കിലും പറ്റിച്ചിട്ടാണോ? അല്ല, ഞാൻ നിൽക്കുന്നത് വലിയൊരു സിസ്റ്റത്തിനെതിരെയാണ് നിൽക്കണമെന്ന് എനിക്കറിയാം. സ്പിരിച്വൽ മേഖലയിൽ വലിയൊരു സിസ്റ്റത്തിനെതിരെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. മറുകരണം കാണിച്ച് തരില്ല, അത് ഓർത്തിരിക്കുകയും വേണ്ട. വേറെ നിവൃത്തി, വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഇപ്പം ജീസസ് ക്രൈസ്റ്റ് കുരിശ് കയറിയ പോലെ എനിക്ക് കുരിശ് കയറാൻ ഒരു താല്പര്യം എനിക്കില്ല. അങ്ങനെ കുരിശ് കയറിയിട്ട് എനിക്കിപ്പോൾ ഇവിടെ ആർക്കൊന്നും കിട്ടാനില്ല. എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം, എൻ്റെ സമാധാനം, എൻ്റെ സന്തോഷം മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത കാലം വരെയും ഞാൻ അതിനെ സംരക്ഷിക്കും. ഞാൻ സംരക്ഷിച്ച് നിർത്തും. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല, അത് എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രം. ചേട്ടൻ്റെ ആക്ച്വൽ ഉദ്ദേശം എന്താ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് ആശ്രമം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. എനിക്ക് ആശ്രമം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വേറെ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മരണം അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ട വ്യക്തിയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എൻ്റെ അനുഭവങ്ങളാണ് അതെല്ലാം. ഞാൻ എന്നെപ്പോലെ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, ജീവിതം തകർന്ന് തരിപ്പടമായ നല്ല മനുഷ്യരെ, ഒരിക്കലും മോശപ്പെട്ട മനുഷ്യർ മരിക്കാൻ തയ്യാറാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കിയോ. എങ്ങനെയെങ്കിലും ആൾക്കാരെ പറ്റി ജീവിക്കാനേ ശ്രമിക്കുള്ളൂ. പക്ഷേ ഏറ്റവും നല്ല മനുഷ്യർ, കഴിവുള്ള മനുഷ്യർ, ഏറ്റവും റിയാലിറ്റി മനസ്സിലാക്കുന്ന മനുഷ്യർ മരിക്കും. കാരണം അവർക്ക് ഒരിക്കലും സർവൈവിങ് സ്കില്ലില്ല. അതായത് ഒരാളെ പറ്റിച്ച്, ഒരാളെ ചതിച്ച്, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും സ്ഥാപനത്തിൽ കയറി പിടിച്ച് നിന്ന് എന്തെങ്കിലും കാണിച്ച് ജീവിക്കുന്നവർ ചിന്തിക്കില്ല. അവരെ കളിയാക്കൽ വേദനയായിട്ട് എടുത്ത് അവർ ജീവിതം കളയും. ഇങ്ങനെ കുറേ മനുഷ്യർ എനിക്കറിയാം. എല്ലാ മനുഷ്യർക്കും ചികിത്സിക്കാനോ ട്രീറ്റ്മെൻറ്റ് നടത്താനോ പൈസ ഇല്ല, സ്പിരിച്വൽ സപ്പോർട്ടിനോ പൈസ ഇല്ല. എൻ്റെ കൂടെ കുറേ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റും ഡോക്ടേഴ്സൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, ഞാൻ ഒരിക്കലും മരണം കണ്ട ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ എൻ്റെ ആശ്രമത്തിൽ ചെന്ന് കയറുമ്പോൾ എൻ്റെ ഗുരുവിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഒരു 400 രൂപയായിട്ടാണ് ഞാൻ കന്യാകുമാരിൻ്റെ ആശ്രമത്തിലോട്ട് പോയി കിടന്നത്. അവിടെ എൻ്റെ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞത് ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് 4 കൂട്ടം പഴങ്ങളും കാവ്യമുണ്ടും കാര്യങ്ങളൊക്കെ ദക്ഷിണ വയ്ക്കണം. അന്ന് എൻ്റെ കൂടെ 2 പേരുണ്ട് ദീക്ഷ സ്വീകരിക്കാൻ. ദീക്ഷ എന്ന് പറയും ഇതിനകത്ത്, ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടി. അന്ന് ഞാൻ ഒരു പഴയ ആപ്പിളും പഴയ ഒരു മാതള നാരങ്ങയും പഴയ ഒരു ഓറഞ്ചും വാങ്ങിച്ചിട്ട് എനിക്ക് തിരിച്ചു പറയണം. ആശ്രമമല്ലേ, എന്നാണ് ഇറക്കി വരണം നമുക്കറിയില്ലല്ലോ. അന്ന് അങ്ങനെ നിന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച ഒരു 100 നോട്ട് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അവരെല്ലാവരും 2000 3000 വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ 100 രൂപ ഒളിപ്പിച്ച് വെച്ച് കൊടുക്കുന്നത്. കാരണം എൻ്റെ പൈസ ഇല്ല. പക്ഷെ അന്ന് ഞാൻ കൊടുത്തത് എന്നെ സറണ്ടർ ചെയ്ത്. ആ ഗുരു ആരാണോ അതാണ് എൻ്റെ ഈശ്വരൻ.
ആ ഗുരുവിലൂടെ മാത്രമേ എൻ്റെ അടുത്ത് സംസാരിക്കുള്ളൂ. അല്ലാതെ ഈശ്വരനോട് ഒരിക്കലും നമ്മുടെ നേരിട്ടൊന്നും സംസാരിക്കില്ല. ആ ഗുരുവിനെ ഞാൻ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്ത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. തകർന്ന് തരിപ്പിടമായി, ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ലോൺ, എൻ്റെ വണ്ടികൾ പോയി, എൻ്റെ ക്രെഡിറ്റ് കാർഡുകളെല്ലാം ബ്ലോക്കായി, എൻ്റെ സകലതും നഷ്ടപ്പെട്ടു, എൻ്റെ ബിസിനസ്സുകൾ ഞാൻ ചതിക്കപ്പെട്ടു, എൻ്റെ ബന്ധങ്ങൾ മൊത്തം പോയി, നിന്നപ്പോൾ സൂയിസൈഡിലോട്ട് പോയി, അത്രയും മോശം അവസ്ഥയിലോട്ട് പോയി. അന്ന് ഗുരുവിൻ്റെ മുന്നിൽ ഞാൻ കൊടുത്തത് എന്നെയാണ്. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓടിച്ചെല്ലാൻ അങ്ങനെ ഒരു ഇടം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനിരിക്കുന്നത്. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ ഗുരുവിൻ്റെ തക്കലയിലുള്ള ബ്രഹ്മാനന്ദഗിരി എന്ന് പറയുന്ന എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹവും കൃപയുമാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. ആ ഗുരുവിലൂടെ പ്രവർത്തിച്ചത് മാതാവാം, ജീസസ് ക്രൈസ്റ്റ് ആവാം, കൃഷ്ണനാവാം, ഭഗവാൻ, ആര് വേണമെങ്കിലും ആവാം. ഇതിനാവാം. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആശ്രമം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. നാളെ ഒരിക്കലും എന്നെ ഈ പ്രോജക്റ്റിൽ സഹായിക്കാൻ ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ ആരുടെ മുന്നിലൊന്നും കൈ നീട്ടിയിട്ടൊന്നുമില്ല. ഇങ്ങനെ മരിക്കാൻ നിൽക്കുന്ന ഒരു 20-18 വയസ്സ് മുതൽ ഒരു 35-40 വയസ്സിന് ഇടയിലുള്ള ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി ഒരു ഇടം, ആശ്രമം. അവിടെ അവർക്കൊരു 7 ദിവസത്തെ പ്രോസസ്സായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അവിടെ അവർക്ക് വരാം, അവർക്ക് വന്നിട്ട് അവർ താമസിക്കാം. സൗജന്യ ഭക്ഷണം, സൗജന്യ താമസം. അവിടെ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവും, സൈക്കാട്രിസ്റ്റുകൾ ഉണ്ടാവും, കൗൺസിലേഴ്സ് ഉണ്ടാവും, ഞാനുണ്ടാവും, സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരെല്ലാവരുടെ ടീം അവിടെ സൗജന്യമായിട്ട് ഇവർക്ക് കൊടുക്കും. ഇവർക്ക് അവിടെ വരാം. ജീവിതം തകർന്ന ആൾക്കാർക്ക് 7 ദിവസം താമസിക്കാം. നമ്മൾ കൃത്യമായൊരു പാറ്റേൺ കൊടുക്കും. അതിരാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ, അതിരാവിലെ എഴുന്നേറ്റ് കൗൺസിലിംഗ്, കൺസൾട്ടേഷൻ, തെറാപ്പീസ് ഇതിലൂടെ കടത്തിവിട്ട് 7 ദിവസം കൊണ്ട് അവരുടെ കഴിവുകളെയും അവരുടെ ബോധത്തെയും അവരുടെ ചിന്തകളെയും മാറ്റി അവരുടെ സമൂഹത്തിലൂടെ നമ്മൾ പറഞ്ഞിടും. അവർ പോയി ജീവിച്ചു. ഇത്രയേ ഉള്ളൂ. ഈ കൺസെപ്റ്റ് നടത്തണമെങ്കിൽ ചെറിയൊരു കാര്യം പോരാ, വലിയൊരു പ്രോജക്റ്റാണ് ഇത്. താമസിക്കണം, നമുക്ക് സ്ഥലം വേണം, അതിൻ്റെ അകത്തൊരു ക്ഷേത്രം ഉണ്ടാവും, അതിൻ്റെ അകത്തൊരു പള്ളി ഉണ്ടാവും, ഓരോ വിശ്വാസപ്പെട്ട ആൾക്കാർക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കാം, അവിടെ വന്നിരിക്കാം. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഞാൻ ഇങ്ങോട്ട് പോകും. ഒരാളുടെ തോളത്തുനിന്ന് ചാരിക്കിടക്കാനോ അല്ലെങ്കിൽ ഒരു ഇടത്ത് പോയിരിക്കാനോ നമുക്കിവിടെ സ്ഥലമില്ല. നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പറയാം ഞാൻ ഡിപ്രഷനാന്ന് പറയാം. നമ്മുടെ അമ്മ ചിരവത്തടിക്ക് തലക്കടിക്കും. ഡിപ്രഷനോ കേട്ടിട്ട് പോലില്ല അവർ എന്താ സാധനം. കൂട്ടുകാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇത് ആരോട് പറയും? നമ്മുടെ മാനസികമായ ബുദ്ധിമുട്ട് നമ്മൾ ആരോട് പറയും? നമ്മുടെ അവസ്ഥ നമ്മൾ ആരോട് പറയും? പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പൈസ കൊടുക്കണം. ഒരു മണിക്കൂറിന് 2500 തൊട്ട് 15000 രൂപ വരെയാണ് ഒരു കൺസൾട്ടേഷൻ ഫീസ്. എത്ര നാളൊരു സൈക്കാട്രിക് മെഡിസിൻ കഴിക്കാൻ പറ്റും ഒരു വ്യക്തിക്ക്? എന്ത് ചെയ്യണം? ഒന്ന് ആശ്വാസമായിട്ട് എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് 2 ദിവസം വെറുതെ ഇരുന്നാൽ പ്രശ്നം മാറുന്ന ആളുകളുണ്ട്. ഒന്നും വേണ്ട, ഒരു 2-3 ദിവസം ഒന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ സുരക്ഷിതമായിട്ട് ഒരു പെൺകുട്ടിക്കാണെങ്കിൽ മാനസികമായൊരു ബുദ്ധിമുട്ട് വന്നാൽ പെൺകുട്ടി എവിടെ പോയിരിക്കും? എവിടെ വിശ്വസിച്ച് പോയിരിക്കും? എന്ത് സേഫാണ് ആ പെൺകുട്ടിക്കുള്ളത്? ആ പെൺകുട്ടി ഒരു 2 ദിവസം സുഖമായിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മാറാവുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം അതുമില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ, അതായത് ഡിപ്രഷനോ ആങ്സൈറ്റിയൊക്കെ വരുമ്പോൾ അറിയാലോ, നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഭക്ഷണം താഴത്തോട്ട് ഇറങ്ങില്ല. ആ ഭക്ഷണം കഴിച്ചാൽ മാറാവുന്ന വിഷയം ഉണ്ടാവുള്ളൂ. എല്ലാം സ്പിരിച്വൽ അല്ല. സ്പിരിച്വൽ പ്രശ്നം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഒരു 80% മാനസിക പ്രശ്നങ്ങളാണ്. പക്ഷെ ഇവരുടെ പേടി എന്താണെന്ന് പറഞ്ഞാൽ കൂടോത്രം, മന്ത്രവാദമൊക്കെ ആണെന്നാണ് ഇവരുടെ ധാരണ. അതൊന്നുമല്ല മാനസികമായ പ്രശ്നങ്ങളെ പകുതി. കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ റിയൽ ആയിട്ടുള്ള സ്പിരിച്വൽ ഇഷ്യൂസ്. ഈ ഒരു ഇടമാണ് എൻ്റെ ആശ്രമം. ആ ആശ്രമത്തിലോട്ടാണ് എൻ്റെ യാത്ര ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കും. അവിടെ വെച്ചിട്ട് ഇന്ന് കാണുന്ന രൂപമെല്ലാം മാറും. പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും ആ ഒരു പ്രോജക്റ്റിലോട്ട് മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്നാണോ എൻ്റെ മുന്നിൽ അതിന് പറ്റുന്ന ആൾക്കാർ എന്നാണോ എൻ്റെ മുന്നിലോട്ട് വരുന്നത്, അന്ന് ഇതെല്ലാം അവസാനിപ്പിച്ച് വളരെ എൻ്റെ ജീവിതം ലൈഫ് പൂർണ്ണമായിട്ടും ഞാനൊരു സേവനത്തിലോട്ട് കൊടുക്കും. എനിക്ക് അന്ന് എൻ്റെ ഭഗവാനെ ഞാൻ കണ്ടപ്പോഴും എൻ്റെ ജോലി ഞാൻ രാജിവെച്ചപ്പോഴും എൻ്റെ ഓരോ ജോലികൾ രാജിവെച്ച് എനിക്ക് ഒന്നും വേണ്ടെന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് തന്നിരിക്കുന്ന ഉപദേശം ഇതാണ് നിൻ്റെ കർമ്മം. ആ കർമ്മത്തിലോട്ട് പോയിക്കോളൂ. ആ കർമ്മത്തിലോട്ട് പോകണം. ഇത് തന്നെയാണ് അന്നും ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞത്. നിൻ്റെ കർമ്മം ഇതല്ല, നിൻ്റെ കർമ്മം മറ്റൊന്നാണ്. നീ ആ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് ഞാനിത് ഇവിടെ ഇരുന്ന് ഈ നിങ്ങളുടെ മുന്നിലെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ കയ്യിൽ 1 രൂപ ഉണ്ടായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇതെൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ മരിക്കാൻ ആ മനുഷ്യരെ വിടാൻ എനിക്ക് മനസ്സില്ല. അതെൻ്റെ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാനീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരെൻ്റെ ആരുമല്ല. അവരെന്നെ സഹായിച്ചിട്ടില്ല, അവരെന്നെ സ്നേഹിച്ചിട്ടില്ല, അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ മനുഷ്യർ അവരെനിക്കൊന്നും തന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവരുടെ കൂടെ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഞാനും ഒന്നാണെന്നുള്ള എൻ്റെ ബോധം. ഞാൻ വിശ്വസിക്കുന്ന ആ ഈശ്വര സങ്കല്പത്തിൽ നിന്ന് വന്നിരിക്കുന്ന അംശങ്ങളാണ് ഇവരെല്ലാവരും. അവരെ ഞാൻ ചിലപ്പോൾ എന്നിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഞാൻ ഈ പ്രോജക്റ്റ് നടത്തിയെടുക്കേണ്ടത്. ആ ഒരു പ്രോജക്റ്റാണ് ആശ്രമം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. അതിലോട്ട് ഒരു പക്ഷേ കുറേ ആൾക്കാർ വരുമായിരിക്കും. ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ ഇത് കേട്ടും കണ്ടിരുന്ന ആൾക്കാർ വരും. അതങ്ങനെ നടത്തിയെടുക്കണമെന്ന് ആഗ്രഹം. ഇതാണ് ഒരു പ്രോജക്റ്റ്. എൻ്റെ ആഗ്രഹം ഇതാണ്. അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് അത് സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ വന്നതിന്. ആൻഡ് ബൈ V4.